വിഷ്ണു, മേഖല തിരിച്ച് ബീഹാറിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ലീഡ് നില, അതിലെ വളരെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്? ശരത്ത്, എന്തായാലും NDA സഖ്യം 152 സീറ്റിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ JDUവിൻ്റെ ഒരു മുന്നേറ്റം തന്നെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. കാരണം കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ 43 സീറ്റിൽ നിന്ന JDU ആണ് ഇപ്പോൾ 63 സീറ്റിലേക്ക്, അതായത് 65 സീറ്റിലേക്ക് JDU അവരുടെ ലീഡ് നില വർദ്ധിപ്പിക്കുന്നത്. ഇത്തരത്തിൽ JDU ഒരു മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു തിരിച്ചടി ലഭിക്കുന്നത് RJDക്ക് തന്നെയാണ്. RJD കഴിഞ്ഞ തവണ 2020 തെരഞ്ഞെടുപ്പിൽ 75 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതാണ് RJD. പക്ഷേ RJD ഇപ്പോൾ ഒരു 54 സീറ്റിലേക്ക് RJD ചുരുങ്ങേണ്ടി വരുന്നു. RJDക്ക് വലിയ നഷ്ടം, 20ഓളം സീറ്റിൻ്റെ നഷ്ടം RJDക്ക് സംഭവിക്കുമ്പോൾ 20ഓളം സീറ്റിൻ്റെ ഒരു മുന്നേറ്റം ഇത്തരത്തിൽ JDUവിന് ഉണ്ടാകുന്നു. അതാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ടത്. അതോടൊപ്പം തന്നെ പ്രശാന്ത് കിഷോറിൻ്റെ ജൻസൂരജ് പാർട്ടി ഒരു ഘട്ടത്തിൽ 4 സീറ്റിൽ വരെ ലീഡ് ചെയ്തിരുന്ന ജൻസൂരജ് പാർട്ടി ഇപ്പോൾ 2 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. അത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തവണ ബീഹാർ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി കുറച്ചധികം വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഒരു പക്ഷേ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി പിടിച്ച വോട്ടുകൾ, മഹാസഖ്യത്തിൻ്റെ വോട്ടുകൾ പ്രശാന്ത് കിഷോറിൻ്റെ JSPയിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത്തരത്തിൽ ഒരു മുന്നേറ്റം പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിക്ക് ഒരു വോട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നേരത്തെ 4 സീറ്റിൽ JSP മുന്നിട്ട് നിന്നു. ഇപ്പോൾ 2 സീറ്റിലാണ് രണ്ട് സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്ന സാഹചര്യം. അതോടൊപ്പമാണ് NDA സഖ്യത്തിൽ LJPക്കും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. LJP 13 സീറ്റിലാണ് ഇപ്പോൾ LJP മുന്നിട്ട് നിൽക്കുന്നത്. അതിൽ തന്നെ ഇനി ബീഹാറിൽ നിതീഷ് കുമാർ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കും എന്നതിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക സൈറ്റിൽ 95 സീറ്റുകളുടെ ലീഡ് നില, 95 സീറ്റുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു ലീഡ് നില എന്ന് പറയുന്നത്. അതിൽ 33 സീറ്റിൽ BJP മുന്നിട്ട് നിൽക്കുന്നു, JDU 24 സീറ്റിൽ, RJD 20 സീറ്റിൽ, LJP 8 സീറ്റിലും കോൺഗ്രസ് 5 സീറ്റിൽ. ഇത്തരത്തിൽ 95 സീറ്റുകളുടെ ഒരു ലീഡ് നിലയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത്. ശരത്.